NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് ചുമതലയേറ്റു. കൊച്ചിയിലെ NCP ഓഫീസിലെത്തിയാണ് ചുമതലയേറ്റത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും പാർട്ടി ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും PC ചാക്കോ പറഞ്ഞു. ഒന്നും എടുക്കാൻ ചിന്തിക്കരുത്, എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു ചിന്തയും ഒരു നല്ല മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല കേട്ടോ. ജില്ലാ പ്രസിഡന്റുമാർക്ക് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല, വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് പ്രയാസം ഉണ്ടാകത്തില്ല, വൈസ് പ്രസിഡന്റിന് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. അതുപോലെ സംഘടനാ ചുമതലയുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കാനായിട്ട് സാധിക്കും. ലിഡിയ ജേക്കബ് വിവരങ്ങൾ അയച്ചിരുന്നു. ലിഡിയ, എന്താണ് PC ചാക്കോ പറഞ്ഞത്, തോമസ് കെ തോമസ് പറഞ്ഞത്? അതിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു നേതൃമാറ്റം തന്നെയായിരുന്നു തോമസ് കെ തോമസ് പുതിയ അധ്യക്ഷനായി വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ നമുക്കറിയാം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കുമൊക്കെ ശേഷമാണ് തോമസ് കെ തോമസ് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ PC ചാക്കോയുടെ ഒരു നിലപാട് തന്നെയായിരുന്നു ഇതിൽ നിർണായകമായിട്ടുണ്ടായിരുന്നത്. ഉച്ചനോക്കിയതും അത് തന്നെയായിരുന്നു. PC ചാക്കോ ഇത്തരത്തിൽ ഒരു ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് എത്തുമോ എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാൽ PC ചാക്കോ ചടങ്ങിലേക്ക് എത്തുകയും ചടങ്ങ് ഒരു ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി അതിവേഗം മടങ്ങുകയുമായിരുന്നു ചെയ്തത്. PC ചാക്കോ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിച്ചിട്ടുണ്ട്. മാത്രമല്ല പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് PC ചാക്കോ പറഞ്ഞത്. അല്പം മുമ്പ് ഈ തോമസ് കെ തോമസ് ചുമതല ഏറ്റെടുത്തു, ഔദ്യോഗികമായ ചുമതല ഏറ്റെടുത്തു. മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. എല്ലാവരും തന്നെ എത്തി അനുമോദനങ്ങളും കാര്യങ്ങളും ഒക്കെ അർപ്പിച്ച ശേഷം ആണ് മന്ത്രി AK ശശീന്ദ്രൻ മടങ്ങിയത്. PC ചാക്കോ അതിനു മുമ്പായി ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി PC ചാക്കോ അതിനു മുമ്പായി മടങ്ങിയിരുന്നു. മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റുമാരായ PK രാജനുമൊപ്പം PB സുരേഷ് കുമാറും വർക്കിംഗ് പ്രസിഡന്റുമാരായും ചുമതല ഏറ്റെടുത്തു. തോമസ് കെ തോമസിന്റെ ഒരു പ്രതികരണം അത്തരത്തിൽ തന്നെയായിരുന്നു. അതായത് പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, പാർട്ടിയിൽ നിന്ന് തനിക്ക് എല്ലാവരുടെയും ഒരു പിന്തുണയും ഐക്യവും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് തോമസ് കെ തോമസിന്റെയും ഒരു പ്രതികരണം. ശരി ലിഡിയ.